വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിലെ 6ാമത്തെ പാഠഭാഗമായ സോഴ്സസ് ഓഫ് എനർജി എന്നുള്ള പാഠഭാഗമാണ്. ഇതിൻ്റെ മലയാളം മീഡിയം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അത് നമുക്ക് നേരെ ഈ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം. 6ാമത്തെ പാഠഭാഗം സോഴ്സസ് ഓഫ് എനർജി. എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഉറവിടങ്ങൾ അല്ലെ, സ്രോതസ്സുകൾ എന്ന് പറയും. എനർജി, ഊർജത്തിൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്താണ്? കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കളികളാണ് ഇവിടെ കാണുന്നത്. ഡോണ്ട് യു ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. എന്താണ്? നിങ്ങൾ ഇത്തരത്തിലുള്ള കളികളൊക്കെ ചെയ്യാറില്ലേ? സ്കൂളിൽ നിന്നൊക്കെ ചെയ്യാറുണ്ടാവും അല്ലേ? ഡോണ്ട് യു ഫീൽ ടയേർഡ് വെൻ കണ്ടിന്യൂസ്ലി ഇൻവോൾവ്ഡ് ഇൻ ഗെയിംസ്. എന്താണ്? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടല്ലേ? നമ്മൾ കുറേ കളിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം ടയേർഡൊക്കെ തോന്നാറുണ്ട്. നമ്മൾ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീലിംഗ് ടയേർഡ്? ഇത്തരത്തിൽ നിങ്ങൾക്ക് ടയേർഡ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരുപാട് കളിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയൊക്കെ പോവുകയാണല്ലേ, അതുകൊണ്ടാണല്ലേ. വെൻ വി പ്ലേ അവർ ബോഡി ഈസ് ഡൂയിങ് വേരിയസ് വർക്ക്സ്. നമ്മളിങ്ങനെ കളികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. വി കനോട്ട് സീ എനർജി. നമുക്ക് ഒരിക്കലും ആ എനർജി കാണാനൊന്നും കഴിയില്ല. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. നമ്മൾ ഒരുപാട് ആക്ഷൻസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. നമുക്ക് ചൂട്, അതുപോലെ തന്നെ ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതെന്താണ്? ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഹീറ്റും ലൈറ്റും ഒക്കെ എനർജി തന്നെയാണ്. ആ ഒരു എനർജിയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എനർജി ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? റൈറ്റ് ഡൗൺ ദാം. എന്താണ്? അതൊക്കെ നമ്മളെടുത്തൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുക്കിങ്ങിന് എനർജി ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഹീറ്റ് ഉപയോഗിക്കാറുണ്ട് ഫോർ കുക്കിംഗ്, അതുപോലെ തന്നെ ഫോർ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ഫോർ ലൈറ്റിംഗ്, ഫോർ റണ്ണിങ് അപ്ലയൻസസ്, ഫോർ ചാർജിങ് ഇലക്ട്രോണിക്സ് ഡിവൈസസ്. ഇതിനൊക്കെ നമ്മൾ എനർജിയാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഈസ് ഒബ്റ്റൈൻഡ്? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ എനർജിയാണ് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്? ഏതൊക്കെയാണ്? നമ്മൾ ഓപ്പൺ ഹെർത്ത് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ കെറോസിൻ സ്റ്റൗ ഉപയോഗിക്കാറുണ്ട്, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാറുണ്ട്, ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കാറുണ്ട്, ബയോഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എനർജീസ് ആണ്. ഇനി എന്താണ് ഫ്യൂവൽസ് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ്? ഒന്ന് ഓപ്പൺ ഹെർത്ത് ആണ്, അഥവാ ഓപ്പൺ ആയിട്ടുള്ള അടുപ്പാണ്. രണ്ടാമത്തത് കെറോസിൻ സ്റ്റൗ ആണ്. മറ്റൊന്ന് ഗ്യാസ് സ്റ്റൗ ആണ് തന്നിട്ടുള്ളത്. ദെൻ വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റൗ ആർ യൂസ്ഡ് ഇൻ ഹോംസ്? നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? വിച്ച് ടൈപ്പ് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? നിങ്ങളുടെ വീട്ടിൽ ഏത് ടൈപ്പാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വി യൂസ് സ്റ്റൗ ഫോർ കുക്കിംഗ് ഫുഡ്. എന്താണ്? സ്റ്റൗ ഒക്കെ നമ്മൾ എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് വെൻ ദേ റിസീവ് എനർജി ഫ്രം ഹീറ്റ്. എങ്ങനെയാണ് ഒരു ഫുഡ് കുക്കാവുന്നത്? ആ സാധനം എനർജി ഹീറ്റ് ചെയ്യുമ്പോൾ, അല്ലെ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് കുക്കായിട്ട് മാറുന്നത്. ഹൗ ഈസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗസ് ഷോൺ ഇൻ ദ പിക്ചർ? വിച്ച് മെറ്റീരിയൽസ് ബേൺസ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റൗ? ഇവിടെ മേലെ കൊടുത്തിട്ടുള്ള സ്റ്റൗവിൽ ഏതൊക്കെ ഹീറ്റാണുള്ളത്, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റൗ ഉള്ളത്? ഒന്ന് കെറോസിൻ ഉപയോഗിച്ചിട്ട്, മറ്റൊന്ന് വിറക് ഉപയോഗിച്ചിട്ട്, മറ്റൊന്ന് ഗ്യാസ് ഉപയോഗിച്ചിട്ട് അല്ലേ? വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ജനറേറ്റ് ഹീറ്റ്? ഇത്തരത്തിൽ ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്? നമ്മൾ സാധാരണ സോളാർ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ ഫയർവുഡ് ഉപയോഗിക്കാറുണ്ട്, ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്, കെറോസിൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. എന്താണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്? അത് കത്തുമ്പോൾ താപം, ഹീറ്റ് പുറത്തു വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. മെനി മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽസ്. എന്തൊക്കെയാണ്? നമ്മുടെ വുഡ് എന്ന് പറഞ്ഞാൽ വിറക്, അതുപോലെ തന്നെ കെറോസിന്, LPG, പെട്രോൾ, ഡീസൽ, കോൾ, ഇതൊക്കെ ഫ്യൂവൽസ് ആണ്. ദെൻ വാട്ട് ഹെൽപ്സ് ഇൻ ബേണിംഗ്? ബേണിങ്ങിന് എന്തൊക്കെയാണ് സഹായിക്കുന്നത്?
ഡസ് ദ ഫയർവുഡ് ഓൾവേസ് ബേൺ വെൽ ഇൻ ദ ഹെർത്ത്? എന്താണ്, നമ്മൾ അടുപ്പിലൊക്കെ വിറക് വെക്കുമ്പോൾ അത് നന്നായിട്ട് കത്താറുണ്ടോ? ഉണ്ടോ? ഇല്ല, ചില സമയത്ത് കത്താറില്ല അല്ലേ. നമ്മുടെ അമ്മയൊക്കെ ഇവിടെ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ കുഴലൊക്കെ എടുത്തിട്ട് ഊതാറ് നമ്മൾ കാണാറുണ്ട്. വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദ ഫയർ ബേൺ വെൽ? നന്നായിട്ട് വിറക് കത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്, ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഊതി കൊടുക്കുക. പിന്നെയോ എൻഷുറിങ് അഡ്യൂക്കേറ്റ് എയർ സപ്ലൈ, നല്ല എയർ സപ്ലൈ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ്, നമ്മുടെ വിറകൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. ക്ലീൻ ദ സ്റ്റവ് എവറി ഡേ, എല്ലാ ദിവസവും സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ വിറകൊക്കെ കത്താൻ വേണ്ടി സഹായിക്കും. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഊതുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, അവിടേക്ക് എയർ എത്തുകയാണ് ചെയ്യാറ് അല്ലേ. ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്? ഇത് കത്താൻ വേണ്ടിയിട്ട് എയർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് താഴെ പറയുന്നത്. ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? ടേക്ക് 2 candles ഓഫ് ദ സെയിം സൈസിലുള്ള 2 candles എടുക്കുക. ലൈറ്റ് ബോത്ത് ദ candles, 2 കാൻഡിൽസും കത്തിച്ചു വെക്കുക. കവർ വൺ ഓഫ് ദം വിത്ത് എ ഗ്ലാസ്, എന്നിട്ട് ഒരെണ്ണം ഗ്ലാസ് കൊണ്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുക. ഒബ്സർവ് ബോത്ത് ദ കാൻഡിൽസ് വാട്ട് ഹാപ്പൻ ടു ദം, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. എന്താ സംഭവിക്കുക? നമ്മൾ ആ ഗ്ലാസ് കമഴ്ത്തിയ ആ ഒരു കാൻഡിൽ കെടുകയാണ് ചെയ്യുക. കാരണം എന്താണ്, അവിടെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അതിന് ബേൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് ഫ്രം ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? ദ എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രിപ്പയർ ആൻ എക്സ്പെരിമെന്റ് നോട്ട്. ഇതിന്റെ എക്സ്പെരിമെന്റ് നോട്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്, ഹൗ ടു യൂസ് എ ഹെർത്ത്. എന്താണ്, അടുപ്പ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? യു ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഹെർത്ത് ഡിഡിൻറ്റ് യു? എന്താണ്, അടുപ്പിന്റെ ചിത്രം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ടു യൂട്ടിലൈസ് ഓൾ ദ ഹീറ്റ് എനർജി ജനറേറ്റഡ്. എന്താണ്, അടുപ്പ് കത്തിക്കുമ്പോൾ അതിലെ എല്ലാ ഹീറ്റ് എനർജിയും നമുക്ക് മുഴുവനായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്? താപനഷ്ടം അഥവാ ഹീറ്റ് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും? എന്താണ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദ ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്. എന്താണ്, അടുപ്പിനും ഈ പാത്രത്തിനും ഇടയിലുള്ള ഒരു വിടവ്, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അത് മാക്സിമം നമ്മൾ കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ടു യൂട്ടിലൈസ് വേസ്റ്റഡ് എനർജി. മസ്റ്റ് ഹാവ് ഗുഡ് എയർ സർക്കുലേഷൻ, നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഡു നോട്ട് ഫിൽ വിത്ത് ഫയർവുഡ്, നമുക്ക് ഉള്ള വിറകൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഫയർവുഡ് ഷുഡ് ബി യൂസ്ഡ് ഇൻ സ്മോൾ പീസസ്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടി കഴിയും. ഇനി അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. നമ്മൾ ഒരു യൂസ് പറഞ്ഞു, കുക്കിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസ്സസ്, ട്രക്സ് ആൻഡ് എക്സ്കവേറ്റേഴ്സ്. എന്താണ്, ഡീസൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി വെഹിക്കിൾസിനാണ്. ഇപ്പോൾ ബസ്, അതുപോലെ തന്നെ ട്രക്സ്, എക്സ്കവേറ്റേഴ്സ് തുടങ്ങിയ വലിയ വലിയ വെഹിക്കിൾസിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹവർ പെട്രോൾ, ഡീസൽ ആൻഡ് ഗ്യാസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ് ലൈക്ക് കാർസ്, ഓട്ടോറിക്ഷാസ്. അതുപോലെ തന്നെ പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊന്ന് ലൈറ്റ് വെഹിക്കിൾസ് ആയിട്ടുള്ള കാർസിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഫാക്ടറീസ് യൂട്ടിലൈസ് കോൾ, ഗ്യാസ് ആൻഡ് നഫ്ത. അതുപോലെ തന്നെ ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കാറുള്ളത് കോള്, ഗ്യാസ്, അതുപോലെ തന്നെ നാഫ്തയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ജെറ്റ് ഫ്യൂൾസ് ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റിലൊക്കെ ജെറ്റ് ഫ്യൂൾസ് ആണ് ഉപയോഗിക്കാറുള്ളത്. വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്? എന്തൊക്കെയാണ് ഫ്യൂവൽസിന്റെ അതർ യൂസസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പറേറ്റ് ഡിഫറെൻറ്റ് മെഷീൻസിന് ഉപയോഗിക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉപയോഗിക്കാറുണ്ട്, റൺ വെഹിക്കിൾസിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സോഴ്സസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ റീച്ച് ദ പെട്രോൾ പമ്പ്സ്. എങ്ങനെയാണ് ഡീസലും പെട്രോളൊക്കെ പെട്രോൾ പമ്പിൽ എത്തുന്നത് എന്നതിനെ കുറിച്ചിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ക്രൂഡ് ഫ്യൂവൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ എർത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡീസലും പെട്രോളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡു യു നോ ഹൗ ക്രൂഡ് ഓയിൽ ഈസ് ഫോംഡ്? എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിലൊക്കെ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
Coal, crude oil and natural gas are made from the organic matter trapped underground millions of years ago. എന്താണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് നമ്മുടെ ഭൂമിനടിയിൽ, നമ്മുടെ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള കോള്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ലഭിക്കുന്നത്. ഫ്യൂൽസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് സച്ച് ആസ് പെട്രോൾ, ഡീസൽ, കെറോസിൻ ആൻഡ് LPG യൂസ്ഡ് ഫോർ കുക്കിംഗ് ആർ ഓൾ റിഫൈൻഡ് പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ക്രൂഡ് ഓയിൽ. നമുക്കറിയാം, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ആയിട്ടുള്ള പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG ഇതൊക്കെ എന്താണ് ക്രൂഡ് ഓയിൽ നിന്നും റിഫൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. Coal was used as fuel for running trains and ships are also for operating industries before diesel and electricity became popular. അപ്പോൾ എന്താണ് കോൾ ആയിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ ട്രെയിൻ, ഷിപ്പ് ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇലക്ട്രിസിറ്റി അത്രയും പോപ്പുലർ ആയതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഉപയോഗം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുള്ളത്. Nowadays coal is primarily used in thermal power plant. ഇന്ന് കോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് തെർമൽ പവർ പ്ലാന്റിന് വേണ്ടിയിട്ടാണ്. എന്താണ് തെർമൽ പവർ പ്ലാന്റ്? ഇവിടെ നോക്കൂ, ഓയിൽ റിഗ്, പെട്രോളിയം റിഫൈനറി, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, LPG സിലിണ്ടർ ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളതിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ കണ്ടാണ്. നോക്കൂ, ഫോസിൽ ഫ്യൂൾസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ദെയർ സ്റ്റോക്ക് ഡിക്രീസസ് ആൻഡ് ഇവൻച്വലി റൺസ് ഔട്ട് ബൈ കൺസപ്ഷൻ. ദീസ് ആർ റിഫേർഡ് ടു ആസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. എന്താണ് നമുക്കറിയാം, ഫോസിൽ ഫ്യൂൾസ് എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ആ ഒരു എക്സിസ്റ്റൻസിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കുന്നതോറും അത് തീർന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, എനർജി എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്തരം എടുക്കുന്ന ഈ ഒരു ഫോസിൽ ഫ്യൂവൽസ് ഒന്നും നമുക്ക് വീണ്ടും റിന്യൂവബിൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അത്തരത്തിലുള്ളതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഇവിടെ ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഫോസിൽ ഫ്യൂവൽസിനെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, കോള്, അല്ലേ? ഇനി ഈ ക്രൂഡ് ഓയിൽ നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നത്? ക്രൂഡ് ഓയിൽ നമുക്കുള്ളത് പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG, നാഫ്ത എന്നിങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം, പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG, നാഫ്ത. അപ്പം അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ് ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. വി ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ്. സം ഓഫ് ദം ആർ വുഡ്, കെറോസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ ആൻഡ് LPG. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് നമ്മളിപ്പോൾ പഠിച്ചു, അല്ലേ? ഇൻ അഡീഷൻ ടു ദ അബവ് മെൻഷൻ, ഫൈൻഡ് ഔട്ട് ദ ഫ്യൂവൽസ് ആൻഡ് ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സിനനുസരിച്ച് നമ്മളെടുത്ത് അതൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോളിഡ് ഏതൊക്കെയാണ്, ലിക്വിഡ് ഏതൊക്കെയാണ്, ഗ്യാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ സോളിഡ് എന്ന് പറയുന്നത് ഫയർവുഡ്, കോള്, അതുപോലെ തന്നെ അത് രണ്ടുമാണ് സോളിഡ് ആയിട്ടുള്ളത്. ലിക്വിഡ് എന്ന് പറയുന്നത് പെട്രോള്, ഡീസല്, കെറോസിന്, ജെറ്റ് ഫ്യൂവല്, നാഫ്ത ഇതൊക്കെയാണ് ലിക്വിഡ് ആയിട്ടുള്ളത്. ഗ്യാസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസ്, LPG, CNG, ബയോഗ്യാസ് എന്നിവയൊക്കെ എന്താണ് ഗ്യാസസ് ആയിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതേണ്ടത്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദി ചേഞ്ചസ് ഓഫ് ഫ്യൂവൽ യൂസേജ് ഇൻ ട്രെയിൻസ് ഓവർ ടൈം. ഇവിടെ തന്നിട്ടുള്ളത് ട്രെയിനിൻ്റെ ആ ഒരു ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളതാണല്ലേ. പണ്ട് നമ്മൾ പറഞ്ഞു കോൾ ട്രെയിനാണ് ഉണ്ടായിരുന്നത്, പിന്നീട് അത് ഡീസൽ ട്രെയിനായിട്ട് മാറി, പിന്നീട് ഇലക്ട്രിക് ട്രെയിനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് സോളാർ ട്രെയിനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും ചേഞ്ചസുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി കറന്റ് ഇലക്ട്രിക് ട്രെയിൻസ് ആർ കോമൺ ഇൻ ഓപ്പറേഷൻ. ഇന്നെന്താണ് ഇലക്ട്രിക് ട്രെയിൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇലക്ട്രിസിറ്റി ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റന്റ് ഓഫ് ഫ്യൂൽസ്. ഫ്യൂൽസിന് പകരമായിട്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. വി ക്യാൻ ഇമാജിൻ എ ലൈഫ് വിതൗട്ട് ഇലക്ട്രിസിറ്റി നൗ ഡേയ്സ്. എന്താണ് ഇന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വാട്ട് ആർ ദ വേരിയസ് നീഡ്സ് ഇൻ ഹൗസസ് ദാറ്റ് റിക്വയർഡ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, എല്ലാ ആവശ്യങ്ങളും ഒരുവിധം എല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെയാണ്, അല്ലേ? ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. ഇനി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. വി ക്യാൻ കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് എ
turbine, water wheel and conduct a experiment as shown in the picture. ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങളടുത്ത് എന്താ പറയുന്നത്, ഒരു എക്സ്പെരിമെന്റ്, ഒരു മോഡൽ ഓഫ് ടർബൈൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കുക. റൈറ്റ് ഡൗൺ ദ നോട്ട്സ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് ഇതിന്റെ നിർമ്മാണത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നെയിം ഓഫ് ദ എക്യുപ്മെന്റ് ഏതൊക്കെയാണ് എന്താണെന്ന് എഴുതാം, ഒബ്ജക്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ എഴുതാം, മെറ്റീരിയൽസ് റിക്വയർഡ് എഴുതുക, ഡയഗ്രം വരയ്ക്കുക, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് ദ കൺസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഹൗ ഡസ് ദ ടർബൈൻ റൊട്ടേറ്റ്, എങ്ങനെയാണ് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്? അതിലേക്ക് വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ശക്തി അനുസരിച്ചിട്ടാണ്, അതിൻ്റെ പ്രഷർ അനുസരിച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡസ് ദ വേരിയേഷൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ഫോളിംഗ് വാട്ടർ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ, നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ഫോളിംഗ് ഓഫ്, അതിൻ്റെ ഫോഴ്സ് ഓഫ് ഫോളിംഗ് അനുസരിച്ചിട്ടാണോ ഇത് കറങ്ങുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണല്ലേ. അത് നല്ല സ്പീഡിലാണെങ്കിൽ ഒന്നും കൂടെ സ്പീഡിൽ കറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിൽ ദ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ ബോട്ടിൽ എഫക്ട് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ, അതുപോലെ ഇതിന്റെ ഹൈറ്റും ഈ ഒരു ബോട്ടിലെ ഇത് ടർബൈൻ്റെ സ്പീഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. ഹൈറ്റ് കൂടുമ്പോൾ എന്താണ്, ഇത് ഒന്നും കൂടെ നന്നായിട്ട് ടർബൈൻ കറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റിയും ഉണ്ടാകുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഡൗൺവേർഡ്സ് ആസ് പെർ ഡിമാൻഡ് ടു ടേൺ ദ ടർബൈൻസ് ആൻഡ് ഡ്രൈവ് ദ ജനറേറ്റഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. എന്താണ് ഇത്തരത്തിൽ നമുക്കറിയാം, ഡാമിൽ നിന്നല്ലേ കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ആ ഒരു എനർജി ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ പ്രവർത്തിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതുപോലെ ഡാമുകളിലൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ചിട്ടാണ് ഈ ടർബൈനുകൾ കറക്കി അതിൻ്റെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ് ആണ്. വിൻഡിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന് പാം ലീഫ് വിൻഡ് ഫാനും അതുപോലെ വിൻഡ് മില്ലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലെ കടലാസോ ഓലയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എന്തുണ്ടാക്കുക, ഒരു ഫാന് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു ഫാനുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഫാന് കറങ്ങുന്നുണ്ടോ നോക്കുക, എപ്പോഴാണ് നന്നായിട്ട് കറങ്ങുന്നത് എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കറങ്ങുന്നത് കാറ്റുള്ളപ്പോഴാണ്. നല്ല കാറ്റുള്ളപ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് മനസ്സിലായി വിൻഡിന് എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഫോർ ദ വിൻഡ്. അപ്പം ഈ ഒരു വിൻഡിൻ്റെ ഈ ഒരു എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. വെൻ ദ ബ്ലേഡ്സ് ഓഫ് എ വിൻഡ് mill rotate the drive a connected turbine and a generate and electricity is generated. എന്താണ് ഇതുപോലെ വിൻഡ് മില്ല് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മുടെ ടർബൈൻ ജനറേറ്ററിന്റെ ടർബൈൻ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേരളം ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഫ്രം ദ വിൻഡ് എനർജി ഈസ് പ്ലേസസ് ലൈക്ക് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. ഈ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ ദോസ് പ്ലേസസ്? എന്തുകൊണ്ടായിരിക്കും അവിടെ ഈ ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ബിക്കോസ് അവിടെ എന്താണ്, വിൻഡ് കൂടുതലായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. Wind is an energy source that humans have used since ancient time. പണ്ടുകാലം മുതലേ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു എനർജിയാണ് കാറ്റ് എന്ന് പറയുന്നത്. The power of wind was utilized for traveling in rivers and oceans. ഓഷ്യൻസിലും റിവേഴ്സിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് കാറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കിയിരിക്കണം. Storms cause damage and calamities as they are rich in the energy. അതുപോലെ തന്നെ സ്റ്റോംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നാശനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Nowadays the possibility of storms can be predicted through weather forecast and warnings. ഇന്ന് കാലാവസ്ഥയിലെ മുന്നറിയിപ്പിലൂടെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റോംസും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. We can reduce the rate of calamities and losses if we take precautions according to them. അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് കലാമിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
ഇനി അടുത്തത് എനർജി ഫ്രം ദ സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നുള്ള എനർജിയെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കീപ് എ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വേർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. സൺലൈറ്റ് കിട്ടുന്ന പ്രദേശത്ത് നിങ്ങൾ ഒരു സ്റ്റീൽ പാത്രം വെക്കുക. ടച്ച് ദ വെസൽ ആഫ്റ്റർ സം ടൈം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തൊട്ട് നോക്കി എന്താ സംഭവിക്കുക? വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യും അല്ലേ? വാട്ട് ഇസ് ദ റീസൺ? എന്താണ്? നമുക്കറിയാം സോളാറിൽ എന്തുണ്ട്? നല്ല ഹീറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സം വാട്ടർ ഈസ് പൗഡ് ഇൻ ദ വെസൽ? ആ വെസലിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ചാൽ എന്താ ഉണ്ടാവുക? ആ വെള്ളവും ചൂടാവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇൻ ദാറ്റ് വേ ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്. ഇങ്ങനെ എന്തിനൊക്കെയാണ് നമ്മൾ സൺലൈറ്റ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തിനൊക്കെയാണ്? ഫോർ ഡ്രൈയിങ് ഒബ്ജക്റ്റുകളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട്, ഫോർ ഡ്രൈയിങ് ക്ലോത്ത്സ്, ഫോർ ഡ്രൈയിങ് ഫയർവുഡ്, ഫോർ ഡ്രൈയിങ് ഗ്രെയിൻസ്, ഫോർ ഡ്രൈയിങ് ഹെർബ്സ്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സൺലൈറ്റ് തന്നെയാണ്. ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കേഴ്സ് ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. എന്താണ്? അതുപോലെ തന്നെ നമുക്കറിയാം ഈ സോളാർ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോളാർ കുക്കറുകളും സോളാർ ഹീറ്ററുകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ഇവിടെ സോളാർ സ്റ്റൗ അല്ലെങ്കിൽ കുക്കറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, സോളാർ വാട്ടർ ഹീറ്ററിന്റെയും തന്നിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദി ഡിവൈസസ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ? താഴെ കൊടുത്തിട്ടുള്ള പിക്ചറിലുള്ള എന്തൊക്കെ ഡിവൈസ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? സോളാർ കാൽക്കുലേറ്റർ ആണ്. മറ്റൊന്ന് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. മറ്റൊന്ന് സോളാർ എമർജൻസി ലാമ്പ് ആണ്. ഒന്നുകൂടെ പറയാം: സോളാർ കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ എമർജൻസി ലാമ്പ്. ഓക്കെ, ഇത് മൂന്നുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫ്രം where do they get the energy to function? ഇത് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? സോളാറിൽ നിന്നുമാണ് അല്ലേ? ദ സോളാർ പാനൽസ് ഇൻ ദീസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഈ സോളാർ പാനൽസ് ഒക്കെ സൺലൈറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന, അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ്. വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ സോളാർ സെൽസ് ഇൻ ദ സോളാർ പാനൽസ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. എന്താണ്? ഇത്തരത്തിലെ സോളാർ പാനലുകളിൽ സോളാർ സെല്ലുകൾ ഉണ്ടായിരിക്കും അല്ലേ? ആ സോളാർ സെല്ലുകൾ വഴി സൂര്യപ്രകാശം സൺലൈറ്റ് പതിക്കുമ്പോൾ അവിടെ വൈദ്യുതി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിവൈസസ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം സൺലൈറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോംസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സോളാർ പാനലുകളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഹാവ് യു നോട്ടീസ്ഡ് വെഹിക്കിൾസ് വിത്ത് ഗ്രീൻ നമ്പർ പ്ലേറ്റ്? നിങ്ങൾ എപ്പോഴും ഗ്രീൻ നമ്പർ പ്ലേറ്റിലെ വെഹിക്കിൾസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണത്? അതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഗ്രീൻ നമ്പർ പ്ലേറ്റ് ഉള്ളതൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലെസ് പൊല്യൂഷൻ ആണ്, പൊല്യൂഷൻ കുറവായിരിക്കും. ലോവർ റണ്ണിങ് കോസ്റ്റ് ആണ്, ലെസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്, ലെസ് നോയ്സ് പൊല്യൂഷൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒബ്സർവ് ദ ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രസന്റ് ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ വെഹിക്കിൾസ് ആണ് അത്തരത്തിലുള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇലക്ട്രിക് കാറ്, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ട്രെയിൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ, ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത്. ഇനി എന്താണ് റീന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ് ആൻഡ് വിൻഡ്? വിൻഡ് സൺലൈറ്റും പോലെ ഏതൊക്കെയാണ് ഇനി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. നമുക്ക് കൺസപ്ഷൻ ചെയ്യുമ്പോഴും നമുക്കത് വീണ്ടും വീണ്ടും കിട്ടും അല്ലേ? ഒരിക്കലും അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്നില്ല. അതിനെയാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസ്, എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. These are known as renewable energy sources. These energy sources do not cause air pollution. ഇതെന്താണ്? എയർ പൊല്യൂഷനും കാരണമാകുന്നില്ല. ഇനി അടുത്തത് കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫ്യൂവലി സോളാർ പവേർഡ് എയർപോർട്ട്. ലോകത്തിനെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടാണ് കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത്. ദിസ് ഇന്റർനാഷണൽ എയർപോർട്ട് ജനറേറ്റ്സ് ദ ഇലക്ട്രിസിറ്റി നീഡഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻസ് യൂസിങ് സോളാർ പാനൽസ്. സോളാർ പാനൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഇലക്ട്രിസിറ്റി ആവശ്യങ്ങളും നിറവേറ്റുന്നത്.
ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോഗ്യാസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, വി ക്യാൻ ജനറേറ്റ് ഫ്യൂൽസ് ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എന്താണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ ഈ ബയോ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിലൂടെ മാറ്റാൻ വേണ്ടി സാധിക്കും. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂൽ ഡിറൈവ്ഡ് ഫ്രം ദ ബയോ വേസ്റ്റ്. ബയോ വേസ്റ്റിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോംസ്. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ സ്കൂളിലും ഇത്തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിസിറ്റ് എ ബയോഗ്യാസ് പ്ലാന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ്സ് ഓപ്പറേറ്റ്. നമുക്കൊരു ബയോഗ്യാസിന്റെ പ്ലാന്റ് നിങ്ങൾ പോയിട്ട് കാണുക, എന്നിട്ട് അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പറയുന്നുണ്ട്. യു ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഹാവിൻ യു. ഇപ്പൊ നമ്മൾ എന്താണ് ഒരുപാട് മെത്തേഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. ക്യാൻ ദീസ് സോഴ്സസ് ക്ലാസിഫൈ ഓൾ അവർ എനർജി നീഡ്സ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, അതിനെ പരിഹരിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മെത്തേഡ്സ് പ്രൊവൈഡഡ് ബിലോ ആർ ഓൾസോ യൂസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. താഴെ നൽകിയിരിക്കുന്ന മാർഗ്ഗങ്ങളും ഇതുപോലെ എനർജി പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ് യൂസിങ് ഡീസൽ ആൻഡ് കോള്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് ഫ്രം ദ ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി. ഇതൊക്കെ ഇത്തരത്തിൽ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. Then collect more information about this and prepare an essay. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു എസ്സേ എഴുതാനും പറയുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് ഹോട്ട് ബോക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വി ക്യാൻ റെഡ്യൂസ് ദ കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽസ് ബൈ മിനിമൈസിങ് എനർജി ലോസ്. എനർജി ലോസ് കുറക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽസ് കുറയ്ക്കാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രം ലോസിങ് ഇറ്റ്സ് ഹീറ്റ്. എന്താണ് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായിട്ട് വെന്ത് കിട്ടാനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്. Then if we keep the half cooked food items in this box, they get cooked. It saves energy by preserving the heat inside it. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ എനർജിയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പകുതി കുക്ക് ചെയ്ത ഫുഡൊക്കെ അതിൽ വെക്കുകയാണെങ്കിൽ നല്ല കുക്കായിട്ട് വരും. അത് നമുക്ക് അത്രയും ഫ്യൂൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വാട്ട് അതർ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഹൗസ് ടു പ്രിവെന്റ് എനർജി ലോസ്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കാറുണ്ടല്ലേ, തെർമൽ ഫ്ലാസ്ക് ഉപയോഗിക്കാറുണ്ട്, റൈസ് കുക്കർ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ കാസ്ട്രോൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇതേ ഒരു സെയിം ഇതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ഫ്യൂവൽസ് ഓഫ് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ ഫ്യൂവൽസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് കോസസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഹാവ് ഇൻ യു. അപ്പം നമുക്ക് മനസ്സിലാക്കി എന്താണ് ഫോസിൽ ഫ്യൂവൽസിന്റെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. വാട്ട് ആർ ദയർ ലിമിറ്റേഷൻസ്? എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഗെറ്റ് ഹോസ്റ്റഡ് വിത്ത് യൂസ്. എന്താണ് യൂസ് ചെയ്യുമ്പോൾ അത് ഇല്ലാതായി മാറുന്നത്. അതുപോലെ തന്നെ കനോട്ട് ബി റീപ്ലനിഷ്ഡ്. നമുക്ക് വീണ്ടും റീപ്ലനിഷ് ചെയ്യാനൊന്നും സാധിക്കില്ല. എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോളാർ എനർജി, വിൻഡ് ആൻഡ് ടൈഡൽ വേവ്സ് ആർ ദ എനർജി സോഴ്സസ് വിത്തൗട്ട് ദീസ് ലിമിറ്റേഷൻസ്. ഇത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതൊക്കെയാണ് സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ് എനർജി, ടൈഡൽ എനർജി എന്നൊക്കെ പറയുന്നത്. ഈ സൺലൈറ്റ് അവൈലബിൾ എവ്രിവെയർ അറ്റ് ഓൾ ടൈംസ്. പക്ഷെ എല്ലായിടത്തും ഒരേ സമയം നമുക്ക് സൺലൈറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇൻ ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം. വിൻഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും യൂണിഫോം ആയിരിക്കുമോ? അല്ല. വാട്ട് അബൌട്ട് ദ ടൈഡൽ വേവ്സ്? ടൈഡൽ വേവ്സ് നമുക്ക് എല്ലായിടത്തും കിട്ടണമെന്നൊന്നുമില്ല. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൾവേസ് അറ്റ് ദ സെയിം റൈറ്റ് ഫ്രം ദീസ് സോഴ്സസ്. നമുക്കറിയാം ഇതിൽ നിന്നും നമുക്ക് എപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നതൊന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ദ സയൻസിസ് ആർ ദ സെർച്ച് ഓഫ് ന്യൂ എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ഓവർകം ദീസ് ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും സയന്റിസ്റ്റൊക്കെ എന്താണ് പുതിയ ന്യൂ എനർജി സോഴ്സസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ബയോഡീസൽ ആർ എക്സാമ്പിൾ ഫോർ സച്ച് പ്രോമിസിങ് ഫ്യൂവൽസ്. ഇത്തരത്തിലുള്ള ഫ്യൂവൽസിനുള്ള അടുത്തൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ബയോഡീസലും ഒക്കെയാണ്. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ഫ്യൂവൽസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഈ ഫ്യൂവൽസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു, എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലെറ്റ്സ് അസസ് എന്നുള്ളതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററും നമുക്ക് അതിന് ശേഷം നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.